അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അയ്യുഹത്തുല്ലാബിൽ അഹിബ മർഹബൻ ബിക്കും ഇലാ സഫിൻ ജദീദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഖിസ്സ ദാത്തിയ ലുഗത്തി മലയാളം അല്ലെ, മലയാള ഭാഷയുടെ ആ ഒരു ഖിസ്സ ദാത്തിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്നൊക്കെ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? ഇൻഷാ അല്ലാഹ് അൽയൗം നദ്റുസു ദർസൻ ജദീദൻ വഹാദിഹി ഹിയൽ മൻദൂമ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഒരു മൻദൂമയാണ്. അപ്പം അങ്ങനെ മൻദൂമ എന്താണ്? മൻദൂമ ഒരു ഖസീദ, ഒരു കവിതയാണ്, ഒരു പാട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് എന്താണ് നമ്മുടെ ആ ഒരു പാട്ടിൻ്റെ പേര്? എന്താണ് അതിൻ്റെ ഉൻവാനു ഹാദിഹിൽ മൻദൂം? ലുഗത്തി അൽ അറബിയ എന്നാണ് അല്ലേ? എന്താണ്? ലുഗത്തി അൽ അറബിയ. മമാന ലുഗത്തി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലുഗത്ത് ഭാഷയാണ് അല്ലേ? അപ്പോൾ ലുഗത്തി എന്ന് പറയുമ്പോഴോ എൻ്റെ ഭാഷ. ലുഗത്തി അൽ അറബിയ എൻ്റെ അറബി ഭാഷ എന്നാണ്. ഓക്കെ, ആദ്യം ടീച്ചർ ഈ പാട്ട് പാടിത്തരാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, എന്നിട്ട് കൂടെ പാടി നോക്കുകയും ചെയ്യാം. റെഡിയല്ലേ? അതഅല്ലമു ഫീ ഹസൂബി ലുഗത്തിൽ അറബിയ ഫീഹി അഹ്ലദ്ദുറൂസി ബിഅസാലിബൻ ദക്കിയ ശുക്രൻ യാ മൻ അഹ്ദാനി അഹ്ല ഹദിയ മാ അർവഅഹ മാ അഹ്ലഹ ലുഗത്തിൽ അറബിയ ഫതഹുൻ ദമ്മുൻ സുമ്മൽ ജർറു അഹ്ലൽ ഹറകതി فوق حروفي أرمسها عذبت كلماتي بالأسماء والأفعال لغتي عانية لغة العلم والآداب لغتي العربية هي ميراثي من أجدادي لغتي لغة الله لغة الفصحى دوما تبقى كنزا للأحفاد متعلقة متطورة هي لغة حية ما أروعها ما أحلاها لغة العربية أتعلم في حسبي لغة العربية فيه أحلى الدروس بأساليب ذكية. ഓക്കെ മക്കളെ, ഇതിൻ്റെ താഴെ ആരാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. ആരാണ്? ജലീൽ ഖസാൽ എന്നാണ് ഈ കവിയുടെ പേര് അല്ലേ? എന്താണ്? ജലീൽ ഖസാൽ. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ, താഴെ വരുന്നുണ്ട്, അപ്പോൾ പറയാം. അതിന് താഴെയായിട്ട് നുൻഷിദുൽ ഉൻഷൂദ ബി അൽഹാനിൻ മുഖ്തലിഫ. കണ്ടില്ലേ? എന്താണ്? ഈ പാട്ട് നമുക്ക് വ്യത്യസ്ത ഈണങ്ങളിൽ പാടി നോക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പാട്ട് ഇതല്ലാത്ത വ്യത്യസ്ത ഈണങ്ങളിലേക്ക് പാടി നോക്കണം. റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇതിലെ ഓരോ വരികളുടെയും ആശയം നോക്കാം. നമ്മുടെ പാട്ടിൻ്റെ പേരെന്തായിരുന്നു? ലുഗത്തി അൽ അറബിയ എന്നായിരുന്നു അല്ലേ? നോക്കിയാലോ? അതഅല്ലമു ഫി ഹസൂബി, അതാണ് ഒന്നാമത്തെ ലൈനിൻ്റെ ഫസ്റ്റ് ഭാഗം വരുന്നത് അല്ലേ? അതഅല്ലമു ഫി ഹസൂബി എന്നാണ്. എന്താണ്? അതഅല്ലമു ഞാൻ പഠിക്കുന്നു, അതഅല്ലമു ഞാൻ പഠിക്കുന്നു, ഫി ഹസൂബി, ഹസൂബ് കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഹസൂബി എന്ന് പറയുമ്പോഴോ എൻ്റെ കമ്പ്യൂട്ടറിൽ, അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ പഠിക്കുന്നു. ലുഗത്തി അൽ അറബിയ എൻ്റെ അറബി ഭാഷ. എന്താണ് പഠിക്കുന്നത്? ലുഗത്തി അൽ അറബിയ എൻ്റെ അറബി ഭാഷ ഞാൻ എവിടെ പഠിക്കുന്നു? എൻ്റെ കമ്പ്യൂട്ടറിൽ പഠിക്കുന്നു എന്നാണ്. ഫീഹി അതിലുണ്ട് അഹ്ലദ്ദുറൂസി നല്ല പാഠങ്ങൾ, നല്ല ക്ലാസ്സുകളുണ്ട് എന്നാണ്. അഹ്ലദ്ദുറൂസി ഏറ്റവും നല്ല ക്ലാസ്സുകളൊക്കെ അതിലുണ്ട്. ബി അസാലീബ ദക്കിയ
അസാലീബ്. ഉസ്ലൂബ് എന്നതിൻ്റെ ജമാണ് അസാലീബ്, ശൈലികൾ എന്നാണ്. ദക്കിയ എന്ന് പറഞ്ഞാൽ സ്മാർട്ടായിട്ടുള്ള, അപ്പോൾ നല്ല സ്മാർട്ടായ ശൈലികളിലുള്ള, നല്ല മികച്ച ശൈലികളിലുള്ള ക്ലാസ്സുകളൊക്കെ അതിലുണ്ട് എന്നാണ്. ശുക്രൻ യാ മൻ അഹ്ദാനി അഹ്ല ഹദിയ. അതാണ് അടുത്ത വരി അല്ലേ. ശുക്രൻ എന്താ? ശുക്രൻ നന്ദി. യാ മൻ അഹ്ദാനി എനിക്ക് നൽകിയവർക്ക്. യാ മൻ ഒരാൾക്ക്, ആർക്കാണ്? അഹ്ദാനി എനിക്ക് നൽകിയ. അഹ്ദ എന്ന് പറഞ്ഞാൽ സമ്മാനമായിട്ട് നൽകുക എന്നാണ് കേട്ടോ. എനിക്ക് സമ്മാനമായി നൽകിയവർക്ക് നന്ദി എന്നാണ്. അഹില ഹദിയ ഏറ്റവും നല്ല സമ്മാനം. അഹില ഏറ്റവും നല്ല, ഹദിയ ഏറ്റവും നല്ല ഈ സമ്മാനം എനിക്ക് നൽകിയവർക്ക് നന്ദി എന്നാണ് കേട്ടോ. മാ അർവാഹ മാ അഹിലാഹ, മാ അർവാഹ മാ അഹിലാഹ ലുഅത്തിൽ അറബിയ. മാ അർവാ എന്താണ്? മാ അർവാ എത്ര മനോഹരമാണ്. മാ അർവാഹ എത്ര മനോഹരമാണ്. മാ അഹിലാഹ അതുപോലെ തന്നെ എത്ര നല്ലതാണ്, എത്ര മധുരമുള്ളതാണ് എന്നാണ് ശരിക്കും അർത്ഥം. പക്ഷെ ഇവിടെ എന്താണ്? എത്ര നല്ലതാണ് അല്ലേ. ലുഅത്തി അൽ അറബിയ എൻ്റെ ഈ അറബി ഭാഷ എന്ന് പറയുന്നത് എത്ര മാധുര്യം നിറഞ്ഞതും അതുപോലെ തന്നെ എത്ര നല്ലതുമാണ് എന്നാണ്. ഫതഹുൻ ലമ്മുൻ സുമ്മൽ ജറു അല്ലേ. ഫതഹുൻ ലമ്മുൻ സുമ്മൽ ജറു അഹിലൽ ഹറകാത്തി. എന്താണ്? ഫതഹ് അതുപോലെ തന്നെ ലമ്മ് സുമ്മൽ ജറ്, ജറ് കിസ്റ അല്ലേ. ഇവയെല്ലാം തന്നെ അഹിലൽ ഹറക്കാത്തി എത്ര നല്ല ഹർക്കത്തുകളാകുന്നു എന്നാണ്. അഹിലൽ ഹറക്കാത്തി എത്ര നല്ല ഹർക്കത്തുകളാകുന്നു. ഫൗഖ ഹുറൂഫി അർമുസുഹാ അൽബുതു കലിമാത്തി. ഫൗഖ ഹുറൂഫി എൻ്റെ ഹർഫുകൾക്ക് മുകളിൽ. ഫൗഖ മുകളിൽ, ഹുറൂഫ് ഹർഫിൻ ജംആണ്, ഹുറൂഫ് അക്ഷരങ്ങൾ അല്ലേ. എൻ്റെ അക്ഷരങ്ങൾക്ക് മുകളിൽ അർമുസുഹ ഞാൻ എന്ത് ചെയ്യുന്നു? അർമുസു വരച്ചു കൊടുക്കുന്നു എന്നാണ്. ഹ ആ അക്ഷരങ്ങളെ. അലുബുത്തു കെലിമാത്തി അലുബുത്തു ക്രമീകരിക്കുകയും ചെയ്യുന്നു. അലുബുത്തു ഞാൻ ക്രമീകരിക്കുകയും ചെയ്യുന്നു. കെലിമാത്തി എൻ്റെ പദങ്ങളെ ഞാൻ ക്രമീകരിക്കുകയും ചെയ്യുന്നു എന്നാണ്. ബിൽ അസ്മാഇ വൽ അഫ്ആലി ലുഅതി ആനിയ. ബിൽ അസ്മാഇ ഇസ്മുകൾ കൊണ്ട് എന്നാണ്. ബിൽ അസ്മാഇ ഇസ്മുകൾ കൊണ്ട്. ഇസ്മ നൗണുകൾ അല്ലേ, നാമങ്ങൾ കൊണ്ടും. വൽ അഫ്ആല് അഫ്ആല് ഫിഅലിൻ ജം ആണ് അഫ്ആല്, ഇസ്മുൻ ജം ആണ് അസ്മാ കേട്ടോ. ശ്രദ്ധിക്കുക, അഫ്ആല് വെർബുകളാണ്, പ്രവർത്തനങ്ങൾ, അതാണ് വെർബുകൾ, ഫിഅലുകൾ. ഇസ്മുകൾ കൊണ്ടും ഫിയാലുകൾ കൊണ്ടും. ലുഅത്തി അനിയ എൻ്റെ ഭാഷ സമ്പന്നമാണ് എന്നാണ്. ലുഅത്തി എൻ്റെ ഭാഷ അനിയത്തുൻ അതെന്താണ്? സമ്പന്നമാണ്. അഥവാ അറബി ഭാഷയിൽ ധാരാളം ഇസ്മുകളും ഫിയാലുകളും ഒക്കെ ഉണ്ട് എന്നാണ് അതിൻ്റെ ആശയം. അടുത്ത വരി നോക്കൂ. ലുഅത്തുൽ ഇൽമി വൽ ആദാബി ലുഅത്തിൽ അറബിയ. എൻ്റെ അറബി ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ലുഅത്തുൽ ഇൽമ് അത് വിജ്ഞാനത്തിൻ്റെ ഭാഷയാണ് എന്നാണ്. ലുഅത്തുൽ ഇൽമ് വിജ്ഞാനം. വൽ ആദാബ് സാഹിത്യം, അതുപോലെ തന്നെ സാഹിത്യങ്ങളുടെയും എല്ലാം ഭാഷയാണ് ഇത് അറബി ഭാഷ എന്ന് പറയുന്നത്. ലുഅത്തി അൽ അറബിയ എൻ്റെ അറബി ഭാഷ. അപ്പോൾ എൻ്റെ അറബി ഭാഷ എന്ന് പറയുന്നത് സാഹിത്യങ്ങളുടെയും അതുപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെയും ധാരാളം സാഹിത്യ ഗ്രന്ഥങ്ങളും അല്ലെ, സാഹിത്യ രൂപങ്ങളും അതുപോലെ തന്നെ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളൊക്കെ തന്നെ നമുക്ക് എവിടെ കാണാൻ പറ്റും? അറബി ഭാഷയിൽ കാണാൻ പറ്റും അല്ലേ. ഹിയ മീറാത്തി മിൻ അജ്ദാദി ലുഅത്തി ലുഅത്തുല്ലാഹ്. ഹിയ മീറാത്തി അതെന്താണ്? മീറാത്താണ്. മീറാത്ത് അനന്തരമായി എടുത്തത് എന്നാണ് കേട്ടോ. അപ്പോൾ അതെന്താണ്? എനിക്ക് അനന്തരമായി കിട്ടിയതാണ്. മിൻ അജിദാദ് ജദ്ദുൻ ജം ആണ് അജിദാദ് എന്താണ്? പൂർവികന്മാർ, പിതാമഹന്മാർ അല്ലെ, വല്ലിപ്പമാർ എന്നാണ്. എൻ്റെ പൂർവികന്മാരിൽ നിന്നും എൻ്റെ പിതാമഹന്മാരിൽ നിന്നും എനിക്ക് അനന്തരമായി കിട്ടിയതാകുന്നു അത്. ലുഅത്തി എൻ്റെ ഭാഷ. ലുഅത്തുല്ലാഹ് ഏതാണ്? ലുഅത്തുല്ലാഹ് ആണ് അല്ലേ, ലോദിൻ്റെ ഭാഷയാണ് എന്നാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അറബി ഭാഷയിൽ മാത്രമാണ് ലോദ് എന്ന് പറയുന്ന അക്ഷരം നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അറബി ഭാഷയ്ക്ക് ലുഅത്തുല്ലാഹ് എന്നും കൂടെ പറയുന്നത് അല്ലേ.
لغة الفصحى دوما تبقى كنزا للأحفاد. അതാണ് അടുത്ത വരി. ലുഅത്തി എൻ്റെ ഭാഷ എന്ന് പറയുന്നത് എന്താണ്? അൽ ഫുസ്ഹ, നല്ല ഫുസ്ഹയായിട്ടുള്ള അഥവാ നല്ല വാചാലമായിട്ടുള്ള ഭാഷയാണ് എൻ്റെ ഭാഷ എന്ന് പറയുന്നത്. ദൗമൻ അത് എപ്പോഴും, ദൗമൻ എപ്പോഴും, തബക്ക അതെന്ത് ചെയ്യും? നിലനിൽക്കുകയും ചെയ്യും, അവശേഷിക്കുകയും ചെയ്യുമെന്നാണ്. എങ്ങനെ അവശേഷിക്കുമെന്നാണ് പറയുന്നത്? കെൻസൻ ലിൽ അഹ്ഫാദ്, കെൻസ് നിധി അല്ല സൂക്ഷിപ്പ് സ്വത്ത്. അപ്പം അഹ്ഫാദ് പേരക്കുട്ടികൾ, പേരമക്കൾക്കുള്ള നിധി ആയിക്കൊണ്ട് ആ ഒരു അറബി ഭാഷ എന്നും അവശേഷിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. മുതഅല്ലിഖത്തുൻ മുതതവ്വിറത്തുൻ ഹിയ ലുഗത്തുൻ ഹയ്യാ. മുതഅല്ലിഖത്തുൻ എന്താണ് മുതഅല്ലിഖത്തുൻ എന്ന് പറഞ്ഞാൽ? ഭംഗിയുള്ളതായിക്കൊണ്ട് എന്നാണ്. ഭംഗിയുള്ളതായിക്കൊണ്ടും മുതതവ്വിറത്തുൻ, മുതതവ്വിറത്ത് പുരോഗതി ബാധിക്കുന്നത്, പുരോഗതി പ്രാപിക്കുന്നതായിക്കൊണ്ടും എന്നാണ് കേട്ടോ. നല്ല പ്രോഗ്രസ് ഉള്ളതായിക്കൊണ്ടും. ഹിയ അതെന്താണ്? ലുഅത്തുൻ ഹയ്യ ഒരു ജീവസുറ്റ ഭാഷയാണ് എന്നാണ്. ഒരു ജീവനുള്ള ഒരു ജീവസുറ്റ ഭാഷയായിക്കൊണ്ട് അത് എന്നും നിലനിൽക്കും എന്നാണ് അല്ലേ. നല്ല ഭംഗിയോട് കൂടിയിട്ടും അതുപോലെ തന്നെ ഓരോ കാലത്തിനനുസരിച്ച് ഉണ്ടാകുന്ന പുരോഗതിയൊക്കെ സ്വീകരിച്ചുകൊണ്ടും അതൊരു സജീവമായിട്ടുള്ള ഒരു ജീവസുറ്റ ഭാഷയായിക്കൊണ്ട് മറ്റു ഭാഷകൾക്കിടയിൽ അത് എന്നെന്നും നിലനിൽക്കും എന്നാണ് പറയുന്നത്. മാ അർവഅഹ മാ അഹിലാഹ ലുഅത്തിൽ അറബിയ. എത്ര മനോഹരവും എത്ര മാധുര്യമുള്ളതാണ് എൻ്റെ അറബി ഭാഷ എന്നാണ് അല്ലേ. അപ്പോൾ അറബി ഭാഷയെക്കുറിച്ച് വളരെ ഭംഗിയുള്ളൊരു കവിതയാണ് നമ്മൾ പാടിപ്പഠിച്ചത്. എന്താണ് നമുക്ക് ഈ പാട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരുപാട് പ്രത്യേകതകളുള്ള ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അറബി ഭാഷ പഠിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ശരിക്കും എന്താണ് അഭിമാനിക്കാവുന്നതാണ് അല്ലേ. ഇനി ഈ പാട്ടിൻ്റെ വീഡിയോ ടീച്ചറുടെ ചാനലിൽ കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ടീച്ചർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ലിങ്കിൽ കയറിയിട്ട് ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ പാട്ട് കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആശയം കൂടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റീസുകൾ നോക്കാം. അടുത്ത പേജിലാണ് അതിൻ്റെ ആക്ടിവിറ്റീസുകൾ വരുന്നത്. എല്ലാവരും അടുത്ത പേജ് എടുക്കുക. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. നഖ്റഉൽ ജുമലൽ ആത്തിയ വനുറത്തിബുഹ ഹസബ അബിയാത്തിൽ ഉൻഷൂദ എന്നാണ് അല്ലേ. നമുക്ക് ആ ഒരു സെൻറ്റൻസുകൾ വായിക്കാം. നഖ്റഉൽ ജുമലൽ ആത്തിയ സെൻറ്റൻസുകൾ വായിക്കാം. വനുറത്തിബുഹ എന്നിട്ട് നമുക്കതിനെ ക്രമീകരിക്കാം എന്നാണ്, ഓർഡർ ആക്കി കൊടുക്കാം. ഹസ്ബ അബിയാത്തിൽ ഉൻഷൂദ ആ പാട്ടിൻ്റെ വരികളുടെ അടിസ്ഥാനത്തിൽ. അഥവാ അവിടെ കൊടുത്തിട്ടുള്ളത് ആ കവിതയുടെ വരികളുടെ ആശയങ്ങളാണ്, പക്ഷെ അത് ഓർഡർ ആക്കിയിട്ടല്ല, ഡിസോർഡർ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കവിത നോക്കിയിട്ട് നമ്മൾ അതിന് യോജിക്കുന്ന രീതിയിൽ ഇതിനെന്ത് ചെയ്യണം? ഓർഡർ ആക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. നമുക്ക് വായിച്ചു നോക്കാം. അൽ ലുഅത്തുൽ അറബിയ ഫസീഹത്തുൻ വഹിയ കെൻസുൻ ലിൽ അജിയാലിൽ ഖാദിമ എന്നാണ് അല്ലേ. അറബി ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ലുഅത്തുൻ ഫസീഹയാണ്, വളരെ വാചാലമായിട്ടുള്ളൊരു ഭാഷയാണ്. അതുപോലെ തന്നെ വഹിയ കെൻസുൻ അത് കെൻസാണ്, നിധിയാണ് എന്നാണ്. ലിൽ അജിയാലിൽ ഖാദിമ വരും തലമുറകൾക്കുള്ള നിധിയാണ് എന്നാണ്. അല ഉൽ ഹറക്കാത്തി അലൽ അഹ്റുഫി ലിലബത്തി അഷ്കാലിഹ. അല ഉൽ ഹറക്കാത്തി ഞാൻ ഹറക്കത്തുകളെ വെക്കുന്നു. അലൽ അഹ്റുഫി ഹർഫുകൾക്ക് മുകളിലായിക്കൊണ്ട് ലിലബത്തി അഷ്കാലിഹ അതിലെ ഹർക്കത്തുകൾ എന്താണ് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. ഓരോ ഹർഫിൻ്റെയും മുകളിൽ ഹർക്കത്തുകൾ കൃത്യമായിട്ട് ഇട്ട് കൊടുത്താൽ മാത്രമേ അതിൻ്റെ അർത്ഥം എന്താവുള്ളൂ, ശരിയായിട്ട് വരികയുള്ളൂ. ഹർക്കത്ത് മാറിക്കഴിഞ്ഞാൽ അറബിയിൽ എന്താണ് വാക്കുകളുടെ അർത്ഥം തന്നെ മാറിപ്പോകും അല്ലേ. ഇനി മൂന്നാമത്തെ നോക്കൂ. അസ്വാത്തുൽ ലുഗത്തിൽ അറബിയ ജദ്ദാബത്തുൻ വ മുതനവ്വിഅത്തുൻ എന്നാണ്. അറബി ഭാഷയുടെ അസ്വാത്ത് അതിൻ്റെ ശബ്ദങ്ങൾ, അതിൻ്റെ സൗണ്ടുകൾ, ജദ്ദാബത്ത് അഥവാ അതിൻ്റെ ഉച്ചാരണത്തിൻ്റെ ശബ്ദങ്ങൾ എന്താണ്? ജദ്ദാബത്തുൻ ആകർഷണീയമാണ്. വ മുതനവ്വിഅത്തുൻ അതുപോലെ തന്നെ വ്യത്യസ്തവുമാണ് എന്നാണ്. ഹിയൽ ഫത്ഹത്തു അതെന്താണ്? ഫത്ഹ്, ലൊമ്മ്, കിസ്ർ അങ്ങനെ വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കൂ. അഷ്കുറുല്ലാഹു തആല ഞാൻ അല്ലാഹു തആലയോട് നന്ദി പറയുന്നു. അല്ലദീ വഹബനി എനിക്ക് നൽകിയിട്ടുള്ളതായ അൽ-ലുഅത്തുൽ അറബിയ അറബി ഭാഷയെ ഹദിയത്തൻ ഒരു സമ്മാനമായിക്കൊണ്ട്. വഹിയ അഹബ്ബു ഇലയ്യ അത് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമാകുന്നു എന്നാണ്.
ഹിയ ലോഅത്തുൻ ജമീലത്തുൻ അത് ഭംഗിയുള്ള ഭാഷയാണ്. തതതവ്വറു അത് പുരോഗതി പ്രാപിക്കുന്നു. മആ തഖദ്ദുമിൽ ആലം ലോകം പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ വതബഖ അത് ബാക്കിയാവുകയും അവശേഷിക്കുകയും ചെയ്യുന്നു. ഹയ്യത്തുൻ ജീവസുറ്റതായിക്കൊണ്ട് അവശേഷിക്കുകയും ചെയ്യുന്നു എന്നാണ്. അടുത്തത് എന്താണ്? ഫി ഹാസൂബി എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്. ദുറൂസുൻ ദക്കിയത്തുൻ നല്ല സ്മാർട്ടായിട്ടുള്ള ക്ലാസ്സുകളൊക്കെയുണ്ട്. റായാത്തുൻ നല്ല ഭംഗിയുള്ള ലിതഅല്ലുമിൽ ലുഅത്തിൽ അറബിയ അറബി ഭാഷ പഠിക്കുവാൻ. ഹാദിഹിൽ ലുഅ ഈ ഭാഷ എന്ന് പറയുന്നത് ഹിയ മീറാസു ആബാഇന ഞങ്ങളുടെ പൂർവികന്മാരിൽ നിന്ന് ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് അനന്തരമായിട്ട് കിട്ടിയതാകുന്നു. അൽ അറബിയ അറബി ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ലുഅത്തുൻ ഒനിയ അതൊരു സമ്പന്നമായിട്ടുള്ള ഭാഷയാണ്. ബിൽ അസ്മാഇ ഇസ്മുകൾ കൊണ്ടും വൽ അഫ്ആലി ഫിഅലുകൾ കൊണ്ടും വൽ ഹുറൂഫി ഹർഫുകൾ കൊണ്ടും. മാ അജ്മല എത്ര ഭംഗിയുള്ളതാണ്. മാ അഹില എത്ര മാധുര്യമുള്ളതാണ്. ലുഅത്തി അൽ അറബിയ എൻ്റെ അറബി ഭാഷ. ഫിൽ ലുഅത്തിൽ അറബിയ അറബി ഭാഷയിലുണ്ട് ജമീഉൽ ഉലൂമി വൽ ആദാബ് എല്ലാ വൈജ്ഞാനിക അതുപോലെ തന്നെ സാഹിത്യ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ അല്ലെ അറബി ഭാഷയിലുണ്ട് എന്നാണ്. അസ്തഖ്ദിമു ഹാസൂബി ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കുന്നു. ലിദിറാസത്തിൽ ലുഅത്തിൽ അറബിയ അൽ മഹ്ബൂബ എനിക്കിഷ്ടപ്പെട്ട അറബി ഭാഷ പഠിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആദ്യം വരുന്നത്? ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ളതാണ് അല്ലേ. അസ്തഖ്ദിമു ഹാസൂബി ലിദിറാസത്തിൽ ലുഅത്തിൽ അറബിയ അൽ മഹ്ബൂബ നമ്മൾ പറഞ്ഞല്ലോ. അതഅല്ലമു ഫി ഹാസൂബി ഞാൻ കമ്പ്യൂട്ടറിൽ പഠിക്കുന്നു. ലുഅത്തി അൽ അറബിയ എന്നായിരുന്നു നമ്മുടെ കവിതയിലെ ഫസ്റ്റ് വരി. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതായിരിക്കും? ഏറ്റവും അവസാനത്തേതാണ് ഒന്നാമതായിട്ട് വരുന്നത്. രണ്ടാമത്തെ വരി എന്തായിരുന്നു? ഫീഹി അഹ്ല ദുറൂസി ബി അസാലീബിൻ ദക്കിയ അതിലെന്തുണ്ട്? നല്ല 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 ക്ലാസ്സുകളുണ്ട് എന്നാണ്. നല്ല സ്മാർട്ടായിട്ടുള്ള ശൈലിയുള്ളത് എന്നാണ്. അതിനോട് യോജിച്ച് വരുന്ന ആശയം അവിടെ ഏതായിരിക്കും കൊടുത്തിട്ടുള്ളത്? അവിടെ അഞ്ചാമത്തേതാണ് അല്ലേ. ഫി ഹാസൂബി ദുറൂസുൻ ദക്കിയത്തുൻ റായിഅത്തുൻ ലിതഅല്ലുമിൽ ലുഅത്തിൽ അറബിയ അതാണ് ആ ഒരു വരിയോട് യോജിച്ച് വരുന്നത്. ഇതിൽ അടുത്ത വരി എന്താണ്? ശുക്രൻ യാമൻ അഹ്ദാനി അഹ്ലാ ഹദിയ ഏറ്റവും നല്ല ഈ സമ്മാനം എനിക്ക് നൽകിയവർക്ക് നന്ദി എന്നാണ്. ആ ഒരു ആശയം ഏതിലാണ് വരുന്നത്? ഏതാണ്? നാലാമത്തേതാണ് അല്ലേ. അഷ്കുറുല്ലാഹ് തആല അല്ലദീ വഹബനി ലുഅത്തുൽ അറബിയ ഹദിയത്തൻ വഹിയ അഹബ്ബു ഇലയ്യ എന്ന് പറയുന്നതാണ്. ഇനി അടുത്ത വരി എന്താണ് കവിതയിൽ? മാ അർവഅഹ മാ അഹ്ലാഹ ലുഅത്തി അൽ അറബിയ അല്ലേ. ലുഅത്തിൽ അറബിയ എൻ്റെ അറബി ഭാഷ എത്ര മനോഹരവും അതുപോലെ തന്നെ എത്ര മാധുര്യമുള്ളതുമാണ് എന്നാണ്. ഏതായിരിക്കും? മാ അജ്മല വമാ അഹില ലുഅത്തി അൽ അറബിയ അല്ലെ എത്ര മനോഹരവും എത്ര ഭംഗിയുള്ളതുമാണ് എൻ്റെ അറബി ഭാഷ എന്നാണ്. അടുത്ത വരി നോക്കൂ. ഫതഹുൻ ലൊമ്മൻ സുമ്മൽ ജെറു അഹിലൽ ഹറക്കാറ്റി അല്ലേ. ഫതഹ് ലൊമ്മ് ജെർ ഇവയ്ക്ക് ഏറ്റവും നല്ല ഹർക്കത്തുകളാകുന്നു എന്നാണ്. ഈ ഒരു ആശയം എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? അതിലെ മൂന്നാമത്തേതാണ് അല്ലേ. അസ്വാത്തുൽ ലുഅത്തിൽ അറബിയ ജദ്ദാബത്തുൻ വ മുതനവ്വിഅത്തുൻ ഹിയൽ ഫത്ഹത്തു വൽ ലമ്മത്തു വൽ കസ്ർ. അടുത്ത വരി എന്താണ്? ഫൗക ഹുറൂഫി അർമുസുഹ അൽബുദ് കലിമാത്തി എന്നാണ്. ഹർഫുകൾക്ക് മുകളിൽ ഞാനത് വരച്ചു കൊടുക്കും, എൻ്റെ പദങ്ങളെ ഞാൻ ക്രമീകരിക്കും എന്നാണ് അല്ലേ. ആ ഒരു ആശയം വന്നിട്ടുള്ളത് ഏതാണ്? രണ്ടാമത്തേതാണ് അല്ലേ. അലൗൽ ഹർക്കാത്തി അലൽ അഹ്റുഫി ലൊബത്തി അഷ്കാലിഹ എന്ന് പറയുന്നതാണ്. അടുത്ത വരി എന്താണ്? ബിൽ അസ്മാഇ വൽ അഫ്ആലി ലുഅത്തി ഒനിയ ഇസ്മുകളും ഫിഅലുകളും കൊണ്ട് എൻ്റെ ഭാഷ സമ്പന്നമാണ് എന്നാണ് അല്ലേ. ഏതാണ് ആശയം? ഏതാണ്? അൽ അറബിയ്യത്തു ലുഅത്തുൻ ഒനിയത്തുൻ ബിൽ അസ്മാഇ വൽ അഫ്ആലി വൽ ഹുറൂഫ് എന്ന് പറയുന്നതാണ് കേട്ടോ. ഇനി അടുത്ത വരി നോക്കൂ കവിതയിൽ. ലുഅത്തുൽ ഇൽമി വൽ ആദാബി ലുഅത്തുൽ അറബിയ എൻ്റെ അറബി ഭാഷ എന്താണ്? വിജ്ഞാനത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഭാഷയാണ് എന്നാലേ. എന്താണ് ആ ഒരു ആശയം എവിടെ കൊടുത്തിട്ടുള്ളത്? ഫിൽ ലുഅത്തുൽ അറബിയ ജമീഉൽ ഉലൂമി വൽ ആദാബ് എന്നുള്ളതാണ് കേട്ടോ. അടുത്ത വരി നോക്കൂ കവിതയിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഹിയ മീറാത്തി മിൻ അജിദാദി ലുഅത്തി ലുഅത്തുല്ലാഹ് അല്ലേ. അതെൻ്റെ പിതാമഹന്മാരിൽ നിന്നും അനന്തരമായി കിട്ടിയിട്ടുള്ളതാണ് എൻ്റെ ഭാഷ എന്ന് പറയുന്നത്. ഏതാണ്? ലുഅത്തുല്ലാഹ് ആണ് എന്നാണ് അല്ലേ. ആ ഒരു ആശയം എവിടെയെന്ന് നോക്കിയാലോ. ഏതാണ്?
ഹാദിഹില്ലു ആ ഹിയ മീറാസു ആബാഇന എന്നുള്ളതാണ് അല്ലേ. അടുത്ത വരി നോക്കൂ, കവിതയിൽ കൊടുത്തിട്ടുള്ളത് ലുഅത്തിൽ ഫുസ്ഹ ദൗമൻ തബക കെൻസൽ ലിൽ അഹ്ഫാജ് എന്നാണ് അല്ലേ. അറബി ഭാഷ എന്താണ്? അത് പേരക്കുട്ടികൾക്കുള്ള ഇനി വരും തലമുറകൾക്കുള്ള നിധിയായിട്ട് ഇവിടെ അവശേഷിക്കുമെന്നാണ്. ഏതാണ് വരുന്നത്? ഫസ്റ്റ് സെൻറ്റൻസ് ആണ് അല്ലേ. ലുഅത്തുൽ അറബിയ്യ ഫസിഹത്തുൻ വഹിയ കെൻസുൽ ലിൽ അജിയാലിൽ ഖാദിമ. അടുത്ത വരി എന്താണ്? മുതഅല്ലിഖത്തുൻ മുതതവ്വിറത്തുൻ ഹിയ ലുഅത്തുൻ ഹയ്യ. പുരോഗതി പ്രാപിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഭംഗിയോടുകൂടിയും എന്താണ്? അതൊരു ജീവസുറ്റ ഭാഷയാണ് എന്നാണ് അല്ലേ. ഏതാണ് വരുന്നത്? ഹിയ ലുഅത്തുൻ ജമീലത്തുൻ തതതവ്വറു മഅ തഖദ്ദുമിൽ ആലം ഫതബ്ഖ ഹയ്യത്തുൻ എന്നാണ്. അവസാനത്തെ വരി എന്താണ്? മാ അർവാഹ മാ അഹ്ലാഹ ലുഅത്തുൽ അറബിയ്യ. എത്ര മനോഹരവും എത്ര ഭംഗിയുമാണ് എൻ്റെ അറബി ഭാഷ എന്നാണ്. ഏതാണ് വരുന്നത്? മാ അജ്മല വമാ അഹ്ലാ ലുഅത്തി അൽ അറബിയ്യ അല്ലേ. അതാണ് 12ാമത്തെ ലൈനിൻ്റെ ആശയമായിട്ട് വരുന്നത് കേട്ടോ. ഇനി താഴെ നമ്മുടെ കവിത എഴുതിയിട്ടുള്ള കവിയെക്കുറിച്ച് അല്ലെ ഷായറിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, മാലൂമാത്തുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം അല്ലേ. വലിദ ജലീൽ ഖസാൽ. ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കവിത എഴുതിയിട്ടുള്ള കവി ആരായിരുന്നു? ഷായർ ഹുവ ജലീൽ ഖസാൽ അല്ലേ. ഇസ്മുഹു ജലീൽ ഖസാൽ എന്നാണ് അല്ലേ. വലിദ ജലീൽ ഖസാൽ ഫി ബാഗ്ദാദ് ഫി അവലി യനായിർ 1960 മീലാദിയ. 1960 ജനുവരി 1 വലിദ ജലീൽ ഖസാൽ ജനിച്ചത് ഫി ബാഗ്ദാദ്. എവിടെയാണ്? ബാഗ്ദാദിലാണ്. മത എപ്പോഴാണ്? ജനുവരി 1 1960 ജനുവരി 1 അദ്ദേഹം ജനിച്ചത്. ഹുവ കാത്തിബുൻ മഷ്ഹൂറുൻ ഫി അദബിൽ അത്ഫാൽ. ഹുവ അദ്ദേഹം കാത്തിബുൻ മഷ്ഹൂറുൻ ഒരു പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരനാണ്. ഫി അദബിൽ അത്ഫാൽ ബാലസാഹിത്യത്തിൽ അല്ലെ കുട്ടികൾക്കുള്ള കവിതകളും അതുപോലെ തന്നെ സാഹിത്യ രചനകളുമൊക്കെ എഴുതുന്ന വിഷയത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരനാണ് ആര്? ജലീൽ ഖസാൽ എന്ന് പറയുന്നത്. കതബ അഷറാത്തിൽ ആനി. അതായത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? 10ഓളം അല്ലെ 10ലധികം കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ്. ആനി എന്ന് പറഞ്ഞാൽ പാട്ടുകളാണ് കേട്ടോ. വൽ മസ്റഹിയാത്ത് അതുപോലെ നാടകങ്ങളും വൽ അഫ്ലാമുർ റുസൂമുൽ മുതഹദ്ദിക അതുപോലെ തന്നെ ആനിമേഷൻസ് ഉണ്ടല്ലോ കുട്ടികൾക്കുള്ള കാർട്ടൂൺ ചിത്രങ്ങൾ, കാർട്ടൂൺ ഫിലിമുകൾ, അതൊക്കെ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ്. ലിൽ അത്ഫാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഹസ്വല അല ജവാഇസിൻ കസീറ. ഹസ്വല അല അദ്ദേഹം നേടിയിട്ടുണ്ട് ജവാഇസൻ. ജായിസത്തുൻ ജം ആണ് ജവാഇസ് സമ്മാനങ്ങൾ. ധാരാളം സമ്മാനങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ലിൽ അമാൽ അദബിയ അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് അല്ലെ സാഹിത്യ രചനകൾക്ക്. ലിൽ അത്ഫാലി കുട്ടികൾക്കുള്ള. അപ്പോൾ ബാലസാഹിത്യത്തിൽ ഒരുപാട് സമ്മാനങ്ങളൊക്കെ അദ്ദേഹത്തിന് അല്ലെ നേടിയിട്ടുണ്ട് എന്നാണ്. തുർജിമത്ത് അമാലുഹു. തുർജിമത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുക, വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അമാലുഹു അദ്ദേഹത്തിൻ്റെ രചനകൾ സാഹിത്യ രചനകൾ ഇലല്ലോത്തിൽ ഇംഗ്ലീസിയ ഇംഗ്ലീഷ് ഭാഷയിലേക്കും വൽ അൽമാനിയ ജർമ്മൻ ഭാഷയിലേക്കും വൽ ഇറ്റോലിയ ഇറ്റലി ഭാഷയിലേക്കും വൽ കുർദിയ കുർദിഷ് ഭാഷയിലേക്കും വൽ ഫാരിസിയ പേർഷ്യൻ ഭാഷയിലേക്കുമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വിവിധ രചനകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അവിടെ കവിയെക്കുറിച്ച് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. അതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തൊരു ആക്ടിവിറ്റിയും കൂടെ വരുന്നുണ്ട്. നുൻഷുദുൽ അബിയാത്തിൽ ആത്തിയ വനഖ്താറു മിൻഹൽ അബിയാത്തിൽ അനിൽ ലുഗത്തിൽ അറബിയ. അതാണ് അല്ലേ. നുൻഷുദുൽ അബിയാത്തിൽ ആത്തിയ താഴെ കൊടുത്തിട്ടുള്ള ബൈത്തുകൾ കവിതയുടെ വരികൾ നമുക്ക് പാടി നോക്കാം. വനഖ്താറു മിൻഹ എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം എന്നാണ്. അൽ അബിയാത്ത് അനിൽ ലുഗത്തിൽ അറബിയ അറബി ഭാഷയെക്കുറിച്ച് വന്നിട്ടുള്ളതായ വരികൾ തിരഞ്ഞെടുക്കുവാനാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അതിലെ ഓരോ വരികളുടെയും ആശയം നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ഒന്നാമത് നോക്കൂ. ലുഗത്തുൽ ജമാലി കഅന്നമാ നഫഹാതുഹാ ലിൽ ആശിഖീന മിനസ് സമാഇ ഹദിയ്യത്തുൻ. ലുഗത്തുൽ ജമാലി ഭംഗിയുടെ ഭാഷയാകുന്നു. കഅന്നമാ നഫഹാതുഹാ അതിൻ്റെ മണം അല്ലേ അതിൻ്റെ ആ ഒരു മണം ആയതുപോലെയുണ്ട്. ലിൽ ആശിഖീന കാമുകന്മാരായിട്ടുള്ള ആളുകൾക്ക് മിനസ് സമാഇ ഹദിയ്യത്തുൻ ആകാശത്തിൽ നിന്നുള്ളൊരു സമ്മാനം പോലെ ആയിട്ടുണ്ട് എന്നാണ്.
അപ്പോൾ അതെന്താണ്? ലുഗത്തുൽ ജമാൽ, ഭംഗിയുടെ ഭാഷ. അതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? അനിൽ ലുഗത്തുൽ അറബിയ അല്ലേ. അപ്പോൾ ഈ ഒരു കവിത എന്താണ്? അറബി ഭാഷയെക്കുറിച്ചാണ് അല്ലേ ആ ഒരു ബൈത്ത് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ നോക്കൂ. ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ ഫഅൻത വമാലികു ദുനിയാ സവാഉൻ. ഇദാ മാ കുൻത, നീയാണ് എങ്കിൽ, ദാ ഖൽബിൻ ഖനൂഇൻ, ഒരു തൃപ്തിപ്പെടുന്ന, ഒരു തൃപ്തിയുള്ള മനസ്സിനുടമയാണ് എങ്കിൽ, ഫഅൻത, അപ്പോൾ നീയും, വമാലികു ദുനിയ, ഈ ദുനിയാവിനെ മുഴുവൻ ഉടമപ്പെടുത്തിയവനും, സവാഉൻ, സമമാകുന്നു എന്നാണ്. ഇത് അറബി ഭാഷയെക്കുറിച്ചാണോ? അല്ല. അതെന്താണ്? മറ്റൊരു വിഷയത്തിൽ വന്നിട്ടുള്ള കവിതയാണ് അല്ലേ. മൂന്നാമത് നോക്കൂ. قم للمعلم وفه التبجيل كاد المعلم أن يكون رسولا. قم للمعلم, അധ്യാപകന് വേണ്ടിയിട്ട് നീ എഴുന്നേൽക്കണമെന്നാണ്. വഫിഹി തബ്ജീല, അവനെ ബഹുമാനിക്കുകയും ചെയ്യണമെന്നാണ്. അദ്ദേഹത്തിന് ബഹുമാനം പൂർത്തീകരിക്കുകയും ചെയ്യണമെന്നാണ്. കാദൽ മുഅല്ലിമു, ഒരു അധ്യാപകൻ ആവാറായിട്ടുണ്ട്, അന്യക്കൂന റസൂലൻ, റസൂലായി തീരാറായിട്ടുണ്ട് എന്നാണ്. ഒരു അധ്യാപകൻ എന്താണ്? റസൂലിനെ പോലെ, ഒരു ദൂതനെ പോലെ ആവാറായിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് അവനെ ആദരിച്ച്, അധ്യാപകനെ ആദരിച്ചു കൊണ്ട് നീ എഴുന്നേൽറ്റ് നിൽക്കണം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം അതെന്താണ്? അറബി ഭാഷയെക്കുറിച്ചാണോ പറയുന്നത്? അല്ല. അപ്പം അതും എന്തല്ല? അറബി ഭാഷയെക്കുറിച്ചുള്ള വരിയല്ല. നാലാമത് നോക്കൂ. ലുഅതി ഹയ്യാക്കർ റഹ്മാൻ വബിലഫ്ലിക ജാഅൽ ഖുർആൻ യഹ്ദൂക സദാദുൻ വബയാനുൻ വഹുദൻ ലിന്നാസി വത്തിബിയാൻ. ലുഅതി, എൻ്റെ ഭാഷ, ഹയ്യാക്കർ റഹ്മാൻ, നിന്നെ അർ-റഹ്മാൻ, പരമകാരുണ്യകൻ അഭിവാദ്യം ചെയ്തിരിക്കുന്നു. വബിലഫ്ലിക, നിൻ്റെ പദങ്ങൾ കൊണ്ടാകുന്നു ജാഅൽ ഖുർആൻ, ഖുർആൻ വന്നിട്ടുള്ളത്. യഹ്ദൂക, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, സദാദുൻ വബയാനുൻ, നേരെയാക്കുവാനും അതുപോലെ തന്നെ ബയാനുൻ, വിശദീകരിക്കുവാനും വ്യക്തമാക്കുവാനും, വഹുദൻ ലിന്നാസി, ആളുകൾക്ക് സന്മാർഗം കാണിക്കുവാനും, വതിബിയാനുൻ, വ്യക്തത നൽകുവാനും എന്നാണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? ലുഅതി, എൻ്റെ ഭാഷ. അതെന്താണ്? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വബിലഫ്ലിക ജാഅൽ ഖുർആൻ, ഖുർആൻ വന്നിട്ടുള്ളത് നിൻ്റെ വാക്കിലാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അൽ-ലുഗത്തുൽ അറബിയ ഹിയ ലുഗത്തുൽ ഖുർആൻ, അറബി ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ഖുർആൻ്റെ ഭാഷയാണ് അല്ലേ. അപ്പോൾ ഇതും എന്താണ്? അൽ-ലുഗത്തുൽ അറബിയ, അറബി ഭാഷയെക്കുറിച്ച് വന്നിട്ടുള്ള വരികളാകുന്നു. ഒന്നാമത്തെയും നാലാമത്തേതുമാണ് ഇതിൽ ഉത്തരമായിട്ട് വരുന്നത്. ഇതോടുകൂടി ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിച്ചു. അതിൻ്റെ അവസാനത്തിലായിക്കൊണ്ട് ഒരു ആക്ടിവിറ്റിയും കൂടെ ഉണ്ട്. നുമാരിസുൽ ഖത്ത, നമുക്ക് എഴുതി പരിശീലിക്കാമെന്നാണ്, എഴുത്ത് പരിശീലിക്കാമെന്നാണ്. ബൈത്തു ഷിഅരി ലൈസ ലഹു ബാബുൻ, ബൈത്തു ഷിഅർ, കവിതയുടെ ബൈത്ത്, കവിതയുടെ വരി, ലൈസ ലഹു ബാബുൻ, അതിന് വാതിലില്ല എന്നാണ് അല്ലേ. അതേപോലെ ജമാലുൽ ഹദീഖത്തി ബിതീബി റിയാഹി, ഒരു പൂന്തോട്ടത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് എന്താണ്? നല്ല സുഗന്ധം കൊണ്ടാകുന്നു എന്നാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ കൊടുത്തിട്ടുള്ളത് പോലെ നിങ്ങൾ വൃത്തിയിൽ എഴുതി പരിശീലിക്കുക. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് പുതിയ യൂണിറ്റിൽ പുതിയ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.